ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മട്ടൻ മസാലയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇപ്പം ഞാനിവിടെ മട്ടൺ എടുത്തിട്ടുണ്ട്. ഞാനൊരു 600 ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ളതും എല്ലില്ലാത്തതും കൂടെ ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മുഴുവൻ മസാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 5 ഗ്രാമ്പൂ, അതുപോലെ ഒരു 20 കുരുമുളക്, അതായത് മുഴുവൻ കുരുമുളക്, പിന്നെ ഇതുപോലെ 2 ചെറിയ കഷ്ണം പട്ട, ഒരു 4 പച്ച ഏലക്ക, അതുപോലെ തന്നെ ഞാൻ ഒരു വലിയ ഏലക്ക എടുത്തിട്ടുണ്ട്, കറുത്ത ഏലക്ക. നിങ്ങൾ അതിലില്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു തക്കോലത്തിൻ്റെ ഒരു കഷ്ണം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു 2 മീഡിയം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളി നോക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 20 കാഷ്നട്ട് ഇട്ട് നന്നായിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തിട്ടത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ കാഷ്നട്ടും അതുപോലെ തന്നെ തക്കാളിയും കൂടി നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള കുറച്ച് അധികം തന്നെ വേണം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഞാനിതിന് വേണ്ടിയിട്ട് ഇവിടെ 5 മീഡിയം വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ സവാളയുടെ മസാലയാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ 5 എണ്ണം തന്നെ ചേർക്കണം എന്ന് പറയുന്നത്. ഇപ്പം ഞാനിതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് കുക്കറിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. വഴറ്റുന്നതും അതുപോലെ തന്നെ വേവിച്ചെടുക്കുന്നതും കുക്കർ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുക്കർ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുഴുവൻ മസാലകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ മസാലകളൊക്കെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് സവാള അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാള വഴറ്റി കൊടുക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് കളർ മാറി ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നിൻ്റെയും കൂടെ ഒരു പേസ്റ്റ് ആണ്, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ഗ്രേവി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി അത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിലും മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. നമ്മൾ എന്തായാലും അവസാനം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയോട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മുളക് പൊടിയുടെ അളവ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചെറിയ തീയിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ വെള്ളം ചേർത്തിട്ട് വഴറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചേർത്തുള്ള പൊടികളൊന്നും കരിഞ്ഞു പോവില്ല. അതുപോലെ വെള്ളമൊക്കെ വറ്റി കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ വെള്ളം ചേർത്തതിന് ശേഷം ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരുന്ന തക്കാളിയും അതുപോലെ കാഷ്നട്ടും ഉണ്ടല്ലോ, ആ ഒരു പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ തൈര്. ഞാനിവിടെ ഒരു 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിലെ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തൈര് എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കി വഴറ്റി കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ, നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവം വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം, നമ്മൾ പാത്രത്തിൽ നിന്ന് ഇതുപോലെ ഇളക്കി നോക്കുന്ന സമയത്ത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവം എത്തിയിട്ടുണ്ട് നമ്മുടെ മസാല. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇതേപോലെ ഒരു കൈപ്പിടി കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മട്ടനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. നമ്മുടെ മസാലയൊക്കെ മട്ടൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മട്ടനും മസാലയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഇനി നമുക്ക് തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന മട്ടൺ അനുസരിച്ച് വേവിൻ്റെ സമയത്തിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ മട്ടനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ സൈഡിലൊക്കെ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് മസാലയൊക്കെ പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 1 മിനിറ്റ് കൂടെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മട്ടനും അതിൻ്റെ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം നമുക്ക്. ഇത് നമ്മളൊരു കറി ആയിട്ടല്ല ചെയ്തെടുക്കുന്നത്, നമ്മുടെ മട്ടൻ മസാലയാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. മട്ടൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് 2 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഞാനിവിടെ 2-3 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, പിന്നെ അതുപോലെ തന്നെ നാനിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ മസാല തന്നെയാണ്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.